ഇത് വോട്ടഭ്യർത്ഥനയുമായി എത്തിയതാ. എനിക്ക് വോട്ട് ചെയ്യുമല്ലോ അല്ലേ? ഞാൻ സ്ഥാനാർത്ഥിയല്ല, ചുമ്മാ പറഞ്ഞ കേട്ടോ. ഈ ദേശാഭിമാനിയൊക്കെ ആണല്ലോ, ലീഗിന്റെ കോട്ടയിൽ ദേശാഭിമാനി വഹിക്കുന്ന സ്ഥിര ആളാ. 55-ൽ വോട്ട് ചെയ്ത ആളാ. 55-ലാ അന്ന് മുതല് ഇതേപോലെ ഒറ്റ ചിഹ്നം, ഒറ്റ മുന്നണി, ഒറ്റ പാർട്ടി, ഒറ്റ നേതാവ്. അതാ ഈ ബസ്സിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എത്ര വട്ടം കണ്ടു? ആണോ? പ്രസംഗം കേൾക്കാൻ പിന്നെ ഒന്നപ്പാടല്ലേ, പ്രസംഗത്തിൽ ചുരുക്കില്ല. പ്രസംഗത്തിന്റെ ശക്തി. ആരാണ്? AKG ആണ് പ്രസംഗത്തിൽ ആവേശം കൊള്ളിക്കും. പക്ഷേ EMS പ്രസംഗം കേൾക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ അറിയാം, വ്യക്തത വരും, വിക്കാവും. പക്ഷേ AKGയുടെ പ്രസംഗം ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. AKGയുടെ പ്രസംഗം ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രവർത്തകനായിരുന്നു, അന്നൊക്കെ ബീഡി തെറിക്കുന്ന ആളാണ്. ഇപ്പൊ പാർട്ടി മെമ്പറാണോ? അല്ല, ബീഡി തെറിക്കുന്ന ആളായിരുന്നു. പല ബീഡി നാടായിരുന്നു. അപ്പൊ പ്രധാന വരുമാനം അതായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ എന്ത് ചെയ്തു? ബീഡി തെറിപ്പ് കച്ചവടം ചെയ്തു. പക്ഷേ ഇതൊരു ലീഗിന്റെ കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത് ഈ പ്രദേശം. പക്ഷേ ഇടതുപക്ഷത്തിലുള്ളവരും ധാരാളം ഉണ്ട്. പക്ഷെ എല്ലാവരും സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട് ഭൂരിപക്ഷം കുറയുന്നുണ്ട്, സ്നേഹം കുറയുന്നില്ലല്ലോ. അതൊന്നുമില്ല. അപ്പൊ നാടിന്റെ സ്നേഹം കൂടുന്നുണ്ട്, ഭൂരിപക്ഷം കുറയുന്നുണ്ട്. ഞങ്ങളൊക്കെ വലിയ ഒരുമില്ല, ലീവ് വെച്ചിട്ട് വെറുപ്പൊന്നുമില്ല. ഇത്തവണ ഇപ്പൊ വസീഫിനെ പോലൊരു സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. ഇപ്പൊ ചെറുപ്പക്കാരനാണ്, ഞങ്ങൾക്കറിയാവുന്ന DYFIയുടെ പ്രവർത്തകരാണ്, ഉശിരുള്ള ചെറുപ്പക്കാരിൽ ഒരാളാണ്. അപ്പുറത്ത് നിൽക്കുന്നത് DT മുഹമ്മദ് ബഷീറാണ്, ഉശിരുള്ള മറ്റൊരു പടക്കുതിരയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും മത്സരിക്കും. വിജയസാധ്യത നിലവിലുള്ളത് ലീഗിനാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ എങ്കിലും നല്ല മത്സരമായിരിക്കും അല്ലേ? അല്ലേ? മത്സരം ഉണ്ടാവും. പൊതുവെ ഈ സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ, മോദി സർക്കാർ, ഇപ്പൊ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അബ്ദുള്ളക്ക പറയായിരുന്നു, മോദി സർക്കാർ അധികാരത്തിൽ വരരുത്, അതിനുവേണ്ടിയായിരിക്കും തങ്ങളുടെ വോട്ട് എന്നുള്ളതാണ്. അപ്പോൾ മോദി വിരുദ്ധ വോട്ടാണ് ഈ പ്രദേശത്ത് കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ തന്നെ ആയിരിക്കും മോദിക്കെതിരായിട്ടുള്ള വോട്ട് അല്ലേ? അങ്ങനെ ഒരു ആശങ്ക വിഷമമൊക്കെ ഈ നാട്ടിലെ ആളുകൾക്കുണ്ട്. വീണ്ടും മോദി അങ്ങനെയുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ പത്രമൊക്കെ വായിക്കും രാവിലെ അല്ലേ? നോമ്പെടുക്കുമോ? നോമ്പെടുക്കലുണ്ട്. അപ്പൊ വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് അഭിപ്രായം അങ്ങനെ തന്നെയാണ്, അഭിമാനമുണ്ട് അല്ലേ? ആ കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. അപ്പൊ ഇത്തവണ വോട്ട് ചെയ്യാൻ പോകും രണ്ടുപേരും. മക്കൾ ഓക്കെ. നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമസ്കാരം. എന്താ പേര്? സഫ്ദർ അലി. എന്താ പേര്? ഷഫ്ന. എന്ത് ചെയ്യുന്നു? അധ്യാപനം. എവിടെയാ? കൊണ്ടോട്ടി കൊട്ടുകര HSS-ലാണ്. ഏതാ സബ്ജക്ട്? അറബിക്കാണ് പഠിപ്പിക്കുന്നത്. മൊത്തത്തിൽ എങ്ങനെയാ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം? UDF-ന്റെ കോട്ടയാണ്. അതിൽ വലിയ ഭൂരിപക്ഷം കൂടും. അങ്ങനെ തന്നെയാണോ അഭിപ്രായം? ഭൂരിപക്ഷം കൂടും. നിങ്ങൾ വീട്ടിലൊക്കെ രാഷ്ട്രീയം സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ആളുകൾ പറഞ്ഞത് മോദി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്ന രീതിയിലാണ് പൊതുവെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നാണ്. അങ്ങനെ തന്നെയാണോ? അതെ, ആണോ? അപ്പോൾ പിണറായി സർക്കാരിന്റെ രണ്ടും ഉണ്ടാവും. കാരണം കേരളത്തിലെ ഭരണം എന്ന് പറയുന്നത് വളരെ മോശമായ ഭരണമാണെന്ന് പിണറായി സർക്കാരിനെ ബന്ധിപ്പിച്ച് നോക്കിയാൽ രണ്ടാം പിണറായി സർക്കാർ മോശമാണ്. പിണറായി സർക്കാരിനേക്കാൾ മോശമാണ് രണ്ടാം പിണറായി. അപ്പൊ അതുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഉണ്ടാവും. സർക്കാരിനെതിരായ ജീവനക്കാരുടെ വിജയത്തിൽ എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു വന്നാലോ? അപ്പം കാക്ക, ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വികാരവും വോട്ടിലുണ്ടാവും എന്നാണ് പറയുന്നത്. ശരിയാണോ? പിണറായി സർക്കാർ മോശം സർക്കാരാണോ? പിണറായി സർക്കാർ മോശമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആണ്. മോശമല്ല. പക്ഷേ ഈ മാഷ് പറയുന്നത് അങ്ങനല്ല, അയാളുടെ അഭിപ്രായം. പക്ഷേ കാക്കയുടെ അഭിപ്രായത്തിൽ പിണറായി സർക്കാർ മോശമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെൻഷൻ കൊടുക്കും, വളരെയധികം പെൻഷൻ കിട്ടും. നമുക്കൊക്കെ പെൻഷൻ കിട്ടും 1600. പക്ഷേ ഇപ്പൊ വൈകി കുറച്ച് വൈകിക്കൊണ്ട് മാത്രം. അതെന്താ കാരണം എന്നൊക്കെ അറിയാമോ? അത് പൈസ ഇല്ലാന്നാണ് പറഞ്ഞിട്ട്. പൈസ ഇല്ലാന്ന് സർക്കാർ പറയുന്നു. കേന്ദ്രം കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. കൊടുക്കുന്നില്ല, പൗതി കേൾക്കുന്നില്ല, അങ്ങനെ പലതും കേൾക്കുന്നു. അങ്ങനെയാണ് കാക്ക പറയുന്നത്. അങ്ങനെയാണ്, കേന്ദ്രം പൈസ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് എന്നാണ്. കേന്ദ്രത്തിന്റെ അടുത്ത് നിന്ന് പൈസ കിട്ടണമെങ്കിൽ ഇവിടുന്ന് അതിന് യൂട്ടിലൈസ് ചെയ്ത സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അല്ലാതെ വെറുതെ പൈസ കൊടുക്കില്ല. എന്താ ഭാഗമായിട്ട് ചെലവഴിച്ചതാവും ചിലപ്പോൾ. എല്ലാം ചർച്ച വിഷയം. ഓക്കെ. അപ്പം ഇത് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഞങ്ങളുടെ ലഘുലേഖയാണ്. തെരഞ്ഞെടുപ്പിന്റെ ലഘു ചരിത്രമുണ്ട്. നമസ്കാരം. ടീച്ചറാണോ? ഇവിടെയും ഹൗസ് വൈഫാണ്. ഓക്കെ. എത്ര കുട്ടികളാ? ആരൊക്കെ ഇത്? ഒരാള്? രണ്ടുപേരും ഉണ്ട്. ഓക്കെ. മോളുടെ പേരെന്താ? വന്നാട്ടെ, മുമ്പോട്ട് വന്നാട്ടെ മോളെ, ധൈര്യമായിട്ട് വരൂ.
ബി കൈൻഡ്. എന്താ മോളുടെ പേര്? അല ഫാത്തിമ. അല ഫാത്തിമ. അല ഫാത്തിമ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പം മൊത്തത്തിൽ UDF-ന് അനുകൂലമായ മലപ്പുറത്ത് അല്ലേ? അത് കേരളത്തിൽ UDF-ന് അനുകൂലമായിട്ട് വരും. കേരളത്തിലും അനുകൂലമായിട്ട് വരും UDF-ന് അല്ലേ? ഈ സമസ്തയിലെ വിഷയങ്ങളൊന്നും ബാധിക്കില്ലല്ലോ. അതൊന്നും ബാധിക്കുന്നത് സമസ്തയിൽ വിഷയമൊന്നുമില്ല. കാര്യം അതൊക്കെ രാഷ്ട്രീയമല്ലത്, അത് മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബന്ധിപ്പിക്കേണ്ട കാര്യം. ഓക്കെ. അപ്പം നോമ്പൊക്കെ എടുത്തു അല്ലേ? ഉഷാറാണ്, ഹാപ്പിയാണ്. ഓക്കെ, സന്തോഷം. നമുക്കിനി ഒരു ദിവസം നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് വരും. അപ്പൊ നമുക്ക് നല്ല സുലൈമാനിൽ തരണം. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പൊ കാക്ക ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള ഞങ്ങൾ എടുക്കുകയാണ്. ഇടവേള കഴിഞ്ഞിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയങ്ങാടി എന്ന് പറയുന്ന മലപ്പുറത്ത്. ഏത് നാട്ടിൽ പോയാലും അവിടെ ഒരു അങ്ങാടി ഉണ്ടാവും. ആ അങ്ങാടിക്കൊരു പേരും കാണും. ഒന്നുകിൽ വലിയങ്ങാടി, ഇല്ലെങ്കിൽ താഴത്തങ്ങാടി, ഇല്ലെങ്കിൽ ചെറിയങ്ങാടി, മേലങ്ങാടി ഇല്ലേ? അപ്പോൾ ഇവിടുത്തെ വലിയങ്ങാടിയാണ്. വലിയങ്ങാടിയിൽ എത്ര വർഷമായിട്ട് താമസിക്കുന്നുണ്ട് ഇവിടെ? നമ്മളോ? നമ്മൾ ജനിച്ചന്നെ ഇവിടെയാണ്. ഇപ്പൊ 56 വയസ്സായി പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ജനിച്ച പുല്ലുമേഞ്ഞ ആ വീടൊക്കെ അതൊക്കെ അധികം വീട് അത് തന്നെയാണ്. ആ വീട് ഓർമ്മയുണ്ടായിരുന്നോ? അല്ലേ? ഒരുപാട് മാറ്റം വന്നു. അതൊക്കെ ഇപ്പോൾ ആ ഹോട്ടൽ പോയാൽ കാണാം. അപ്പം കാണും പഴയ വീട്. രസമായിട്ട് കാണാൻ. കാലമാണോ നല്ലത്, ഇക്കാലമാണോ? നമുക്ക് ഇക്കാലം തന്നെ അല്ലേ? ആണല്ലേ? ഉറപ്പല്ലേ? അല്ലേ? അക്കാലത്തുള്ള ഹോട്ടലിന്റെ അവിടെ, ആ ഹോട്ടലിന്റെ അവിടെ ഈ അങ്ങാടിന്റെ ഫോട്ടോ വളരെ രസമായിട്ട് കാണാം. അവിടെ കാണാൻ പറ്റും. അത് വലിയങ്ങാടിയുടെ ഒരു ചിത്രമാണ്. അപ്പൊ ഇക്കാലമാണ് നല്ലത്. വലിയങ്ങാടി മുഴുവൻ ചിത്രമുണ്ട്. പുൽപ്പരാമയോ ഇപ്പൊ ബീഡി വലിക്കൂ? വലിക്കൂലല്ലോ. പണ്ട് തെറുത്തോണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരുപാട് വലിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത് എത്ര 20 കൊല്ലത്തോളായി. പക്ഷെ അങ്ങനെ വലിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ? പ്രേക്ഷകരോട് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഇത്തരം പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഭക്ഷണത്തിന് രുചി ഉണ്ടാവും. രുചിട്ടും അത് പുകവലി ഒഴിവാക്കുമ്പോൾ ഭക്ഷണം രുചിക്കും. അപ്പൊ നല്ല ഭക്ഷണത്തിന്റെ രുചി വേണമെങ്കിൽ നിങ്ങൾ പുകവലി ഒഴിവാക്കൂ എന്നുള്ള സന്ദേശം കൂടി പഴയൊരു ബീഡി തെറുപ്പുകാരൻ കൂടിയായ കാക്ക നമ്മളോട് പറയുന്നുണ്ട് അല്ലേ? അതൊരു സന്തോഷകരമായ കാര്യമാണ്. പലപ്പോഴും നല്ല രുചികൾ നമ്മൾ തിരിച്ചറിയാറില്ല, നല്ല മനുഷ്യരെ നമ്മൾ കാണാറില്ല. പലപ്പോഴും നല്ല ഭക്ഷണത്തിന്റെ രുചി എന്ന് പറയുന്നത് രുചി വിശപ്പാണ് രുചി ഉണ്ടാക്കുന്നത് അല്ലേ? നല്ല ക്ഷീണമായിട്ട് വരുന്ന സമയത്ത് കിട്ടുന്ന കഞ്ഞിവെള്ളത്തിന്റെ രുചി നമുക്ക് വേറെ ഒന്നും കുടിച്ചാലും കിട്ടും. അതാണ്. അപ്പൊ അതാണ് ദാഹിക്കുമ്പോൾ വെള്ളത്തിന് രുചി വരുന്നത് പോലെ, വിശക്കുമ്പോൾ ഭക്ഷണത്തിന് രുചി വരുന്നത് പോലെ, കാത്തിരിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്നേഹത്തിന് രുചി വരുന്നത് പോലെ മറ്റെന്തുണ്ട് ഈ ലോകത്ത് എന്നുള്ളതാണ്